നോട്ടർഡാംസ് എന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും. അദ്ദേഹം നടത്തിയ പ്രവചനങ്ങളെല്ലാം തന്നെ സത്യമായി ഭവിച്ചിരുന്നു. അതിനുശേഷം നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരാണ് വാങ്കേ. വാങ്കേ മരിച്ചുപോയെങ്കിലും ആ പ്രവചനങ്ങൾ ഇന്നും സത്യമായി തന്നെ നിലകൊള്ളുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനമായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടാകും, ആ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കലാശിക്കുമെന്നുള്ളത്. 2024 തന്നെ ആ യുദ്ധം ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതോടുകൂടി വാങ്കയുടെ പ്രവചനം ഒരിക്കൽ കൂടി സത്യമായി മാറുന്നു. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് മാറും, ഇതൊരു ആണവ യുദ്ധമാകും എന്നും കൂടി അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. ഒരു പ്രമുഖ രാജ്യം, ഒരു രാഷ്ട്രം ഒരു ജൈവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നു. അത് ഏത് രാജ്യമാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിലും വലിയ ഒരു കാര്യം കൂടി വാങ്കെ പ്രവചിക്കുന്നു. അതിലാണ് ലോകം ഭയപ്പെടുന്നത്. അതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഭയപ്പെടാനുള്ള കാരണവുമുണ്ട്. 2024 ഇറാൻ ഇസ്രായേൽ യുദ്ധം പശ്ചിമേഷ്യ തകർത്ത് തരിപ്പണമാക്കും. പക്ഷേ ഏഷ്യ തകർത്ത് തരിപ്പണമാക്കുവാനായി ചൈന തായ്വാൻ യുദ്ധം, ചൈന ഇപ്പോൾ തന്നെ തായ്വാനുമായി ഏത് നിമിഷവും സംഘർഷത്തിൻ്റെ ഒരു സാധ്യത തുറന്നിട്ടുകൊണ്ട് അവരുടെ കപ്പലുകൾ അടക്കം വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ചൈന തായ്വാൻ യുദ്ധമുണ്ടാകും, ചെങ്കടലിലെ സഞ്ചാരപാത തടസ്സപ്പെടുമെന്നുകൂടി അദ്ദേഹം പറയുന്നു. കാരണം ഈ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സാമ്പത്തിക മേഖല തകർന്നടിയും. സ്വാഭാവികമായും നമ്മളുടെ വീടുകളിലും റൂമുകളിലും ഓഫീസുകളിലും ഇരുന്ന് യുദ്ധത്തിൻ്റെ സ്കോർ എറിഞ്ഞ് രസിക്കുമ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരു യുദ്ധം ലോകത്തിനെ സാമ്പത്തിക പടുകുഴിയിലേക്ക് എത്തിക്കും, അതിദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും. കാരണം ലോകമെങ്ങും യുദ്ധം ജയിച്ച ചരിത്രമില്ല. യുദ്ധം ഒരുപക്ഷെ ടെക്നിക്കലി ജയിക്കുമായിരിക്കും, പക്ഷെ അവിടെ പരാജയപ്പെടുന്നത് മനുഷ്യരാണ്. ഏതായാലും വാങ്കയുടെ പ്രവചനം സത്യമാകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.